സാറേ, ആധുനിക കാലത്ത് നമ്മൾ കേൾക്കുന്ന പല തീവ്രവാദ ഭീകരവാദ സംഘടനകളുടെയും മാതൃസംഘടന എന്ന് പറയുന്നത് ഈജിപ്തിൽ രൂപം കൊണ്ട ബ്രദർഹുഡാണ്, മുസ്ലിം ബ്രദർഹുഡ്. ഈ ജോർദാൻ കേന്ദ്രമാക്കിയും ഇത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ജോർദാനിൽ നിന്ന് അവർക്ക് വലിയ തിരിച്ചടി കിട്ടുന്നു എന്ന് കേൾക്കുന്നു. ജോർദാനിൽ കഴിഞ്ഞ ദിവസം മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചു. നല്ല വാർത്തയാണ്. ജോർദാൻ പൊതുവെ ഈ സ്വതന്ത്രമായിട്ട് വിഹരിക്കാൻ ഈ അബ്ദുള്ള രാജാവ് അനുവദിച്ചതാണ് ഈ മുസ്ലിം ബ്രദർഹുഡിനെ. പക്ഷെ ഇപ്പോൾ കുറേ ആയുധങ്ങൾ പിടിച്ചിട്ടുണ്ട്. അത് ജോർദാനിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി മുസ്ലിം ബ്രദർഹുഡ് എത്തിച്ചതാണെന്നുള്ള വിവരം കിട്ടി. മുമ്പ് ഹമാസിന് പലസ്തീനിൽ, ഗാസയിൽ ഒക്കെ ഈ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു മുസ്ലിം ബ്രദർഹുഡ്. അപ്പോൾ ജോർദാനിൽ ഇവരിത് സൂക്ഷിച്ചിരിക്കുന്നത്, സംഭരിച്ചിരിക്കുന്നത് ജോർദാൻ്റെ അകത്ത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണെന്നുള്ള വിശ്വസനീയമായ വിവരം കിട്ടി. അതിൻ്റെ പിന്നാലെയാണ് മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചിരിക്കുന്നത്. മുമ്പും ഇതൊക്കെ അറിയാമായിരുന്നിരിക്കും ജോർദാൻ, പക്ഷെ ഹമാസിനാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടും ഉണ്ടാതിരുന്നിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദം, ട്രംപ് വന്നതിൽ പിന്നെ കുറച്ചു കടുത്ത സമ്മർദ്ദം ജോർദാന്റെ മുകളിലുണ്ട്. അതും ഇതിന് കാരണമാണ് എന്നാണ് കരുതുന്നത്. അപ്പോൾ ജോർദാനിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ ഗ്രൂപ്പ്, പ്രതിപക്ഷ പാർട്ടിയും കൂടി മുസ്ലിം ബ്രദർഹുഡിൻ്റെതായിട്ട് ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറെ സീറ്റുകളും ഇവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഭരണവും പിടിക്കുന്നുള്ള അവസ്ഥയിൽ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നിരോധിക്കുക മാത്രമല്ല, സാധാരണഗതിയിൽ നിരോധനത്തിൻ്റെ പിന്നാലെ വരുന്നത് പോലെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് ജോർദാനിൽ. ഈ അട്ടിമറി ശ്രമങ്ങൾ മുസ്ലിം ബ്രദർഹുഡ് അവിടെ മറ്റേ രാജവംശമാണ് അല്ലേ ഭരിക്കുന്നത്, അതിനെതിരായ അട്ടിമറി ശ്രമങ്ങൾ മുസ്ലിം ബ്രദർഹുഡ് നടത്തുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിരോധിച്ചിരിക്കുന്നത്. ഇതൊരു സുന്നി ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പാണ് മുസ്ലിം ബ്രദർഹുഡ്. ഹമാസിൻ്റെ സഖ്യകക്ഷിയാണ്. ഈ ജോർദാനിലെ നഗരപ്രദേശങ്ങളിൽ ഇതിന് വലിയ പിന്തുണയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇതിന് വോട്ടുമൊക്കെ കിട്ടിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ രാഷ്ട്രീയ കക്ഷിക്ക് പല അറബ് രാജ്യങ്ങളിലും ഭീകര സംഘടന എന്നുള്ള നിലയ്ക്ക് മുസ്ലിം ബ്രദർഹുഡ് പ്രവർത്തിക്കുന്നുണ്ട്. ഈജിപ്തിൽ 1928 ഹസൻ അൽ ബന്ന സ്ഥാപിച്ചതാണ് മുസ്ലിം ബ്രദർഹുഡ്. ഒരു സ്കൂൾ ടീച്ചറായിരുന്നു ഈ ബന്ന ഇത് സ്ഥാപിച്ചയാൾ. സൊസൈറ്റി ഓഫ് ദി മുസ്ലിം ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതിൻ്റെ പേര് മുസ്ലിം ബ്രദർഹുഡൊക്കെ എന്നൊക്കെ ആകുന്നത് പിന്നീടാണ്. അപ്പോൾ ഈ ജോർദാനിലെ ആഭ്യന്തരമന്ത്രി മസൻ ഫ്രായ ഈ നിരോധനത്തിൻ്റെ വിശദവിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 16 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 16 പേര് മുസ്ലിം ബ്രദർഹുഡിൻ്റെ പ്രവർത്തകരും നേതാക്കളും, ഉന്നത നേതാക്കൾ അടങ്ങിയവര് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവർ ലെബനനിൽ പരിശീലനം കിട്ടിയവരാണെന്നും മനസ്സിലായി. ലെബനൻ ഭാഗത്ത് നിന്നൊക്കെ ഇവർക്ക്, ലെബനൻ ചിലപ്പോൾ ഒരു റൂട്ട് മാത്രമായിരിക്കാം, ലെബനനിൽ നിന്ന് ഇവർക്ക് പണം വരുന്നുണ്ട് എന്നുള്ളതും മനസ്സിലായി. പിന്നെ റോക്കറ്റുകൾ, ഡ്രോണുകൾ ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നും മനസ്സിലായി. ആക്രമണ പദ്ധതികൾ ഇവർ തയ്യാറാക്കിയെന്നും മനസ്സിലായി. അത് കഴിഞ്ഞ ആഴ്ച 16 പേരെ അറസ്റ്റ് ചെയ്തത്. എന്നിട്ടാണ് ഇപ്പോൾ നിരോധിക്കുന്നത്. ശരീഅത്ത് നിയമം നടപ്പാക്കണം, അതനുസരിച്ചിട്ട് ഖിലാഫത്ത് വരണം. ഇതാണ് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആഗ്രഹം. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം ലോകം ഒരു ഖിലാഫത്തായി മാറണം, ഖലീഫ ഭരിക്കണം, ഇതാണല്ലോ ആഗ്രഹം. അത് താനായിരിക്കണം എന്ന് തുർക്കിയിൽ എർദോഗൻ വിചാരിക്കുന്നുണ്ട്. തുർക്കി മാത്രമായിരിക്കുമല്ലോ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുക ഇപ്പോഴത്തെ സംഘർഷത്തിൽ. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇസ്ലാമിക് ആക്ഷൻ ഫ്രണ്ട് എന്നാണ് ഇതിൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ പേര്, ഇസ്ലാമിക് ആക്ഷൻ ഫ്രണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ 138 സീറ്റാണ് ആകെയുള്ളത്. അതിൽ 31 സീറ്റ് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഇസ്ലാമിക് ആക്ഷൻ ഫ്രണ്ട് എന്ന് പറഞ്ഞ രാഷ്ട്രീയ കക്ഷി നേടിയിരുന്നു. അതിന് കാരണം ഈ ഒക്ടോബർ 7
ആക്രമണത്തിന് ശേഷം ഒരു ഇസ്രയേൽ വിരോധം ഉണ്ടായിരുന്നല്ലോ, അത് മുതലെടുത്തിട്ടാണ് ഇവർ പ്രചാരണം നടത്തിയത്. അപ്പോൾ പ്രചാരണം നടത്തുമ്പോൾ ഹമാസിനെ അനുകൂലിച്ച് പ്രചാരണം നടത്തി. അപ്പോൾ അതിനെ അനുകൂലിക്കാനായിട്ട് കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ എല്ലായിടത്തും. അങ്ങനെയാണ് ഇവർക്ക് ഇത്രയും സീറ്റുകൾ കിട്ടിയത്, 31 സീറ്റ് 138. അപ്പോൾ ഈ സ്ഫോടകങ്ങൾ കണ്ടെടുത്തത് ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഈ രാഷ്ട്രീയ കക്ഷിയുടെയൊക്കെ ഒരു ഉന്നത നേതാവിൻ്റെ മകൻ്റെ കയ്യിൽ നിന്നാണ്. കണ്ണൂരിലുമൊക്കെ ഇല്ലേ വലിയ നേതാക്കളുടെ മക്കളുമൊക്കെയാണല്ലോ കൊണ്ടുപോകുന്നതും പോകുന്നതും കൈക്ക് പരിക്കേൽക്കുന്നതും ഒക്കെ പൊട്ടിത്തെറിച്ചിട്ട് എന്ന് പറഞ്ഞ പോലെ അവിടെയും ഉന്നത നേതാവിൻ്റെ മകൻ. ഈ 1940-കൾ മുതൽ ജോർദാനിൽ മുസ്ലിം ബ്രദർഹുഡ് ഉണ്ട്. പണ്ട് ഈ രാജവംശത്തിന്റെ കൂടെ ആയിരുന്നു ബ്രദർഹുഡ്, അതുകൊണ്ടാണ് ജീവിച്ചു പോയത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, തെരഞ്ഞെടുപ്പിൽ നിന്നല്ലോ. 2016 ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ, ജോർദാന്റെ തലസ്ഥാനമാണല്ലോ അമ്മാൻ. ഈ അമ്മാനില് മറ്റേ മുസ്ലിം ബ്രദർഹുഡിന്റെ പ്രധാനപ്പെട്ട ഓഫീസ് പൂട്ടിച്ചു. അമ്മാനിൽ ഞാൻ പോയിട്ടുണ്ട് ഒരു യാത്രയിൽ. അപ്പോൾ അമ്മാനിലെ മുഖ്യ ഓഫീസ് പൂട്ടിച്ചു 2016. 2020 സുപ്രീം കോടതി ആ പൂട്ടാനുള്ള അനുമതിയും കൊടുത്തിരുന്നു. ഈ സംഘടന അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. മുസ്ലിം ബ്രദർഹുഡ് രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിസ്ബുല്ല, ഹമാസ് അവരുടെയൊക്കെ സഹായം ഇവിടുത്തെ ജോർദാനിലെ മുസ്ലിം ബ്രദർഹുഡിന് കിട്ടിയതായിട്ടും പറയുന്നുണ്ട്. ചിലപ്പോൾ ആയുധം വാങ്ങിച്ചിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള ഫണ്ടും ഒക്കെ ആയിരിക്കാം. കുറേ ആയുധങ്ങൾ ഇപ്പോൾ പിടിച്ചത് വെസ്റ്റ് ബാങ്കിലേക്കുള്ളതല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജോർദാനിൽ തന്നെ ഉപയോഗിക്കാനായിരുന്നു. അപ്പം ജോർദാൻ ഒരു എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് സ്ഫോടനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുമായിരുന്നു. ഇതിന് ഇറാൻ ബന്ധം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഈ ആയുധങ്ങൾക്കൊക്കെ. ഈ അബ്ദുള്ള രാജാവ് മുമ്പ് പറഞ്ഞിരുന്നു, ഇറാൻ ഒരു ഷിയ ചന്ദ്രക്കല ഉണ്ടാക്കാൻ നോക്കുന്നു പശ്ചിമേഷ്യയിൽ എന്ന് പറഞ്ഞിരുന്നു. കുറച്ച് സഖ്യമൊക്കെ ചേർത്തിട്ട് ചന്ദ്രക്കല പോലെ ഒരു സഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. 2020 ഖാസിം സുലൈമാനിയെ അവിടെ കൊന്നല്ലോ, IRGCയുടെ ഹെഡായിരുന്ന തലവനായിരുന്ന. അപ്പോൾ അമേരിക്കയും അത് ആ വക കാര്യങ്ങളിലൊക്കെ അമേരിക്കയും ഇസ്രയേലിനെയും ജോർദാൻ സഹായിച്ചിരുന്നു എന്നൊരു ആക്ഷേപം ഇറാനുണ്ട്. അതാണ് ഇറാൻ മറ്റേ ജോർദാനെതിരാകാനുള്ള കാരണം. മുസ്ലിം ബ്രദർഹുഡിനെ സഹായിച്ചു. അത് ഇറാൻ ഇഷ്ടമല്ല. മുസ്ലിം ബ്രദർഹുഡിനെ സഹായിച്ചു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഖാസിം സുലൈമാനിയെ കൊന്നല്ലോ. ആ സമയത്ത് ജോർദാൻ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കൂടെ തിന്നു. ജോർദാൻ അവരുടെ താവളമായിരുന്നു അന്ന്. വ്യോമാക്രമണം നടത്താനും ഒക്കെ ഡ്രോൺ ആക്രമണത്തിലാണ് സുലൈമാനി കൊല്ലപ്പെട്ടത്. അപ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദം ഇപ്പോൾ മുസ്ലിം ബ്രദർഹുഡിനെതിരെ ജോർദാൻ്റെ മുകളിലുണ്ടെന്ന് കരുതുന്നു. ജോർദാനിൽ പലസ്തീൻ അഭയാർത്ഥികളെ, ഈ പലസ്തീനിൽ ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികളെ ജോർദാൻ ഏറ്റെടുക്കണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നല്ലോ. അന്ന് മുതൽ വലിയ ഉത്കണ്ഠ ജോർദാനുണ്ട്. മാത്രമല്ല ജോർദാനിൽ ഇപ്പം തന്നെ ധാരാളം പലസ്തീൻ അഭയാർത്ഥികളുണ്ട്. അപ്പോൾ അവരുടെ എണ്ണം കൂടും. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളൊരു ക്ഷോഭം ഉണ്ട് ജോർദാനില് ജനങ്ങൾക്കിടയിലും. അത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ബ്രദർഹുഡ് പ്രചാരണ ആയുധമാക്കിയിരുന്നു. അങ്ങനെയും അവർക്ക് വോട്ട് കിട്ടി. അപ്പോൾ ഈ പാശ്ചാത്യ സ്വാധീനം ലോകത്ത് കുറയ്ക്കണം എന്നുള്ളതായിരുന്നു ആ സ്കൂൾ അധ്യാപകൻ ബന്ന ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാക്കുമ്പോൾ ആഗ്രഹിച്ചിരുന്നത്. പാശ്ചാത്യ സ്വാധീനം തുടച്ചു കളയണം എന്നാണല്ലോ അതെ ഈ നമ്മൾ പഹൽഗാമിലെ ആക്രമണം നടത്തുന്ന ആളുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. അവരുടെ പ്രസ്താവനകളിലൊക്കെ അങ്ങനെയാണ്. 1949 43-ാമത്തെ വയസ്സിൽ ഈ ബന്നെ
കൊന്നുകളയുകയായിരുന്നു. അവിടെ ഈജിപ്തില് വധിച്ചു കളയുകയായിരുന്നു, തീർത്ത് കളയുകയായിരുന്നു. ആ ബെന്നയുടെ ഫോട്ടോയും കൊണ്ടാണ് ഇന്നാൾ കോഴിക്കോട്ട് വെച്ച് മറ്റേ ഒരു പ്രകടനം നടത്തിയത്, സോളിഡാരിറ്റി. അതാണ്. അപ്പോൾ അൽ ഖേദ ഉൾപ്പെടെയുള്ള സംഘടനകൾക്കുള്ള പ്രചോദനമാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മാതൃസംഘടന എന്ന് പറയുന്ന പോലെ. ഈജിപ്തിലും ടുണീസിയയിലുമാണ് പ്രധാനമായിട്ട് ഇത് ശക്തിപ്പെട്ടത്. ആദ്യ പ്രസിഡന്റ് ഈജിപ്തിന്റെ മുഹമ്മദ് മോർസി മുമ്പ് മുസ്ലിം ബ്രദർഹുഡിൽ ഉണ്ടായിരുന്നതാണ്. പട്ടാള അയാൾ അട്ടിമറിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 2013 മുസ്ലിം ബ്രദർഹുഡിനെ ഈജിപ്തിൽ നിരോധിച്ചു. ഇപ്പൊ ജോർദാനും ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നതോടുകൂടി ബ്രദർഹുഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു. പക്ഷെ അവരുടെ ഈ ചെറിയ ചെറിയ ശാഖകൾ ഇപ്പൊ കശ്മീരിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പല ഭാഗത്തേക്കും പതിയെ വേരുറപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അത് അപകടകരമല്ലേ? അതാണ്. കശ്മീരിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ സാന്നിധ്യമുണ്ട്. അത് ഒരു ആഗോള തലത്തിലുള്ള സംഘടനയാണ്. അപ്പൊ ആഗോള തലത്തിൽ കശ്മീരിനെ ന്യൂ പലസ്തീൻ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാനാണ് മുസ്ലിം ബ്രദർഹുഡ് നിലകൊള്ളുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.